വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. കർഷകർ, സ്ത്രീകൾ, പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകി മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായനികുതി നിയമം പുനഃപരിശോധിക്കും. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 ആക്കി. പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താൻ നടപടി പുരോഗമിക്കുന്നതായും ധനമന്ത്രി. രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും. 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യനയം വികസിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം രൂപ വകയിരുത്തി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന 109 വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും. സ്വർണത്തിനും വെള്ളിക്കും ക്യാൻസർ മരുന്നുകൾക്കും വില കുറയും. പ്ലാസ്റ്റിക്കുകൾക്ക് വില കൂടും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട്ടെ അർജുനുവേണ്ടി തിരച്ചിൽ തുടരുന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ നേപ്പാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. കർഷകർ, സ്ത്രീകൾ, പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകി മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തൊഴിൽ, മധ്യവർഗ, ചെറുകിട, ഇടത്തരം മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആദായനികുതി നിയമം പുനഃപരിശോധിക്കും. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയാക്കി. 3 ലക്ഷം വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5%, 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%മാണ് നികുതി. 12 മുതൽ 15 ലക്ഷം വരെ 20% നികുതി നൽകണം. 15 ലക്ഷത്തിന് മുകളിൽ 30%മാണ് നികുതി. ഈ മാറ്റത്തിലൂടെ പുതിയ നികുതി സമ്പ്രദായത്തിൽ 17,500 രൂപ വരെ സമ്പാദിക്കാമെന്ന് ധനമന്ത്രി പറഞ്ഞു. നികുതിദായകരിൽ 3-ൽ 2 പേരും പുതിയ നികുതി സമ്പ്രദായം സ്വീകരിച്ചുവെന്നും ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കില്ലെന്നും ധനമന്ത്രി അറിയിച്ചു. വിദേശ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് ടാക്സ് 35%ആക്കി കുറച്ചു. പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താൻ നടപടികൾ പുരോഗമിക്കുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും. രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യനയം വികസിപ്പിക്കും. ഇതിനായി 5 വർഷത്തേക്ക് 2.5 ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം രൂപ വകയിരുത്തി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന 109 വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും. വിദ്യാഭ്യാസ, നൈപുണ്യ മേഖലകൾക്ക് 1.48 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. 10 ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പാ സഹായം നൽകും. കൂടുതൽ വർക്കിംഗ് വിമൺ ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കും. കൂടുതൽ ക്രഷുകൾ ആരംഭിക്കും. 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത വൌച്ചറുകൾ അനുവദിക്കും. 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തും. 6 കോടി കർഷകരുടെയും ഭൂമിയുടെയും വിവരം ശേഖരിക്കും. ഇത് കർഷക ഭൂമി രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തും. 5 വർഷം കൊണ്ട് 20 ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം നൽകും. 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കും. എണ്ണക്കുരുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. MSMEകൾക്ക് ഈടില്ലാതെ വായ്പ നൽകും. ഇതിന് പ്രത്യേക സഹായ ഫണ്ടായി 1000 കോടി വകയിരുത്തി. ചെറുകിട, ഇടത്തരം മേഖലയ്ക്ക് 100 കോടി രൂപയുടെ ധനസഹായം. വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് 3 ലക്ഷം കോടി. 500 വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പിന് സൌകര്യമൊരുക്കും. 5,000 രൂപ സ്റ്റൈപ്പൻഡായി നൽകും. 1 കോടി വീടുകൾക്ക് കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന 4ാം ഘട്ടം അവതരിപ്പിക്കും. 25,000 ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കും. നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റൽവൽക്കരിക്കും. 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 2 കോടി വീടുകൾ നിർമ്മിച്ചു നൽകും. നഗരഭവന പദ്ധതിക്ക് 10 ലക്ഷം കോടി രൂപ വകയിരുത്തി. ഗ്രാമീണ ഇന്ത്യയുടെ വികസനത്തിന് 2.66 ലക്ഷം കോടി പ്രഖ്യാപിച്ചു. തെരുവ് കച്ചവടക്കാരെ സഹായിക്കാൻ പ്രത്യേക പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 14 വൻ നഗരങ്ങളിൽ ഗതാഗത വികസന പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മരുന്നുകൾക്ക് വില കുറയും. 3 ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കും. എക്സ്റേ ട്യൂബുകൾക്ക് തീരുവ കുറച്ചു. 25 ധാതുക്കൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. മൊബൈൽ ഫോണുകൾക്കും ചാർജറുകൾക്കും 15% നികുതി ഇളവ്. സ്വർണത്തിനും വെള്ളിക്കും കസ്റ്റംസ് തീരുവ 6%ആക്കി കുറച്ചു. അമോണിയം നൈട്രേറ്റിന്റെ തീരുവ കുറച്ചു. ലെതറിനും തുണിക്കും വില കുറയും. പ്ലാസ്റ്റിക്കിന് നികുതി കൂട്ടി. PVC ബാനറുകൾ എന്നിവയ്ക്ക് വില കൂടും. സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കി. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും. മത്സ്യങ്ങൾക്ക് തീറ്റ ഉൾപ്പെടെ 3 ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കും. ചെമ്മീൻ തീറ്റയ്ക്ക് ഉൾപ്പെടെ വില കുറയ്ക്കും. ഈ വർഷവും വരും വർഷങ്ങളിലുമായി ഗവൺമെന്റിന്റെ 9 മുൻഗണനാ വിഭാഗങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു.
കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത, പ്രതിരോധശേഷി, തൊഴിൽ, നൈപുണ്യം, നഗരവികസനം, ഊർജ്ജസുരക്ഷ, വരും തലമുറ പരിഷ്കാരം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. തൊഴിലും നൈപുണ്യവും സുഗമമാക്കുന്നതിന് 2 ലക്ഷം കോടി രൂപയുടെ 5 പദ്ധതികളടങ്ങിയ പ്രധാനമന്ത്രി പാക്കേജും ധനമന്ത്രി പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച തിളങ്ങുകയാണെന്നും വരും വർഷങ്ങളിലും അത് നിലനിൽക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവരിലും സ്ത്രീകളിലും യുവാക്കളിലും കർഷകരിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു. നിർമ്മല സീതാരാമൻ തുടർച്ചയായി 7ാം തവണയാണ് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ശേഷം രാജ്യസഭയിലും ബജറ്റ് മേശപ്പുറത്ത് വയ്ക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്ന ചന്ദ്രശേഖർ ആസാദിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. അചഞ്ചലമായ ധൈര്യവും പ്രതിബദ്ധതയുമുള്ള നിർഭയനായ നായകനായിരുന്നു ആസാദെന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ആശയങ്ങളും ചിന്തകളും ദശലക്ഷക്കണക്കിന് ആളുകളുടെ, പ്രത്യേകിച്ച് യുവാക്കളുടെ ഹൃദയത്തിലും മനസ്സിലും പ്രതിധ്വനിക്കുന്നതായും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥ കാലഹരണപ്പെട്ടതും അന്യായവുമാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. എത്യോപ്യയിൽ വികസനത്തിനായി ധനസഹായം സംബന്ധിച്ച 4ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ പ്രിപ്പറേറ്ററി കമ്മിറ്റി യോഗത്തിനയച്ച സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കർണാടക മന്ത്രിസഭ നീറ്റിനെതിരെ പ്രമേയം പാസാക്കി. ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ്, നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളിലെ അതിർത്തി പുനർനിർണയം എന്നിവയ്ക്കെതിരെയും മന്ത്രിസഭയുടെ ഇന്നലെ രാത്രി വൈകി ചേർന്ന യോഗം പ്രമേയം അംഗീകരിച്ചു. ബാങ്കുകൾ ഉപഭോക്തൃ പരാതികൾ ഗൌരവമായി കാണണമെന്ന് RBI ഡെപ്യൂട്ടി ഗവർണർ M. രാജേശ്വര റാവു നിർദ്ദേശിച്ചു. ബാങ്കുകളുടെ പ്രവർത്തനത്തിന്റെ ഫീഡ്ബാക്കായി ഇവ പരിഗണിക്കണം. മുംബൈയിൽ ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു രാജേശ്വര റാവു. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം തകർത്തു. ഒരു സൈനികന് പരിക്കേറ്റു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജുനായി തെരച്ചിൽ തുടരുന്നു. കൂടുതൽ നാവികസേനാംഗങ്ങളും ആധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ. അർജുനെ കാണാതായിട്ട് ഇന്ന് 8ാം ദിവസമാണ്. റഡാർ സിഗ്നൽ പ്രകാരം ഇന്നലെ കരയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ലോറി കണ്ടെത്താനായില്ല. തീരത്തുനിന്ന് മാറി പുഴയുടെ 8 മീറ്റർ ആഴത്തിൽ ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ. അതിനിടെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. 12 കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം MLAമാരായ ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ് എന്നിവർ സന്ദർശിച്ചു. ജില്ലാ കളക്ടറുമായി ആശയവിനിമയം നടത്തുമെന്ന് MLAമാർ പറഞ്ഞു. നിപ രോഗബാധയുടെ പേരിൽ അതിർത്തികളിൽ കേരളത്തിൽ നിന്ന് വരുന്ന യാത്രക്കാരെ തമിഴ്നാട് തടഞ്ഞുവെച്ച് പരിശോധിക്കുന്നത് തെറ്റായ കാര്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ നിപ അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടയുടൻ ആരോഗ്യ സെക്രട്ടറിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതൊഴിവാക്കാൻ ഗവൺമെന്റ് തമിഴ്നാടുമായി ആശയവിനിമയം നടത്തും. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല അസുഖങ്ങളും പുറത്തുനിന്നുള്ളവർക്കാണെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനി കേസുകളിൽ ഒന്നുപോലും കേരളത്തിൽ നിന്നുള്ളവരല്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ കേരളം പുരോഗമനപരമായ സമീപനമാണ് എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു. നിപ പരിശോധനാ സൌകര്യങ്ങളോടുകൂടിയ മൊബൈൽ BSL-3 ലാബ് കോഴിക്കോട്ടെത്തിച്ചു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് മൊബൈൽ ലാബ് കൊണ്ടുവന്നത്. ഇന്നലെ രാവിലെ എത്തേണ്ടിയിരുന്ന ലാബ് മഴയും റോഡ് തടസ്സങ്ങളും മൂലം വൈകിയാണ് കോഴിക്കോട്ട് എത്തിയത്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ സംഘം ഇന്നലെ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി നിപ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും ഒരുക്കങ്ങളെക്കുറിച്ചും സംഘം ചർച്ച നടത്തി. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് സംഘം യാത്ര തിരിച്ചു. ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനുവേണ്ടി ICMR സംഘം വീണ്ടും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെത്തും. ദാംബുള്ളയിൽ ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിൽ ഇന്ന് ഇന്ത്യ നേപ്പാളിനെ നേരിടും. വൈകിട്ട് 7-നാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഉച്ചയ്ക്ക് 2-ന് പാകിസ്ഥാൻ UAEയുമായി ഏറ്റുമുട്ടും. ഓസ്ട്രിയ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. സ്ലോവാക്യയുടെ ലൂക്കാസ് ക്ലീനിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. നാളെ സ്പാനിഷ് താരത്തെയാണ് നാഗൽ നേരിടുക. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക് ഓർഡർ നൽകാൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ബോർഡ് തീരുമാനിച്ചു. അടുത്ത മാസം പാരീസിൽ നടക്കുന്ന 142ാമത് IOC സെഷനിൽ പുരസ്കാരം സമ്മാനിക്കും. ഒളിമ്പിക്സിൽ നൽകിയ വിശിഷ്ട സംഭാവനകൾക്ക് IOC നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ഒളിമ്പിക് ഓർഡർ. കോഴിക്കോട് നടുവണ്ണൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK മാധവൻ നിര്യാതനായി. അദ്ദേഹത്തിന് 87 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. KK രമ MLAയുടെ പിതാവാണ്. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടത്തും.
വടക്കൻ ജില്ലകളിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സേലം ഡിവിഷനിൽ ട്രാക്കിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഏതാനും ട്രെയിനുകൾ വഴിതിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസും എറണാകുളം KSR ബംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും നാളെയും ഞായറാഴ്ചയും പോത്തന്നൂർ ജംഗ്ഷൻ വഴി തിരിച്ചുവിടും. കോയമ്പത്തൂർ ഷൊർണൂർ മെമു സ്പെഷ്യൽ നാളെയും ഞായറാഴ്ചയും പോത്തന്നൂർ ജംഗ്ഷനിൽ നിന്നാവും സർവീസ് ആരംഭിക്കുക. മംഗളൂരു സെൻട്രൽ ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് മറ്റന്നാളും ഈ മാസം 30-നും യാത്രയ്ക്കിടെ 30 മിനിറ്റ് സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിലെ മണ്ണാത്തിക്കുണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഫാമിലെയും 1 കിലോമീറ്റർ ചുറ്റളവിലെയും മുഴുവൻ പന്നികളെയും അടിയന്തരമായി ഉന്മൂലനം ചെയ്ത് മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്കരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഫാം ഉൾപ്പെടുന്ന 1 കിലോമീറ്റർ പ്രദേശം രോഗബാധിത മേഖലയായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. ഈ പ്രദേശങ്ങളിൽ പന്നി മാംസം വിതരണം ചെയ്യുന്ന മാംസശാലകളുടെ പ്രവർത്തനവും പന്നികളെ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിൽ കൊണ്ടുപോകുന്നതും 3 മാസത്തേക്ക് നിരോധിച്ചു. പന്നിപ്പനിയെ തുടർന്ന് ദയാവധം ചെയ്ത 701 പന്നികൾക്കും നശിപ്പിച്ച തീറ്റയ്ക്കും നഷ്ടപരിഹാരമായി 36,04,810 രൂപ മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്നലെ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിന്റെ 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ഇന്നുകൂടി പുതുക്കി നൽകാം. സ്കൂളുകളിൽ ഒഴിവ് വന്ന സീറ്റുകൾ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. വൈകിട്ട് 5 വരെയാണ് അപേക്ഷ പുതുക്കി നൽകാൻ സമയം നൽകിയിരിക്കുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 53,960 രൂപയായി. 6,745 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകർ, സ്ത്രീകൾ, പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകി 3ാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആദായ നികുതി നിയമം പുനഃപരിശോധിക്കും. പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 ആക്കി. പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താൻ നടപടി പുരോഗമിക്കുന്നതായും ധനമന്ത്രി. രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും. 4 കോടി യുവാക്കൾക്ക് തൊഴിലവസരം ലക്ഷ്യമിട്ട് നൈപുണ്യ നയം വികസിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി രൂപ വകയിരുത്തി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന 109 വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും. സ്വർണത്തിനും വെള്ളിക്കും ക്യാൻസർ മരുന്നുകൾക്കും വില കുറയും. പ്ലാസ്റ്റിക്കുകൾക്ക് വില കൂടും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജുനുവേണ്ടി തിരച്ചിൽ തുടരുന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ വൈകിട്ട് ഇന്ത്യ നേപ്പാളിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനൽ